മലബാർ സഭയുടെ മൂല്യങ്ങളും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഖത്തറിലെ സീറോ മലബാർ സഭ മക്കൾ നൽകുന്ന സഹകരണത്തിനും ത്യാഗങ്ങൾക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകൾ നേർന്ന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മാർ തോമസ് ശ്ലീഹായുടെ പൈതൃകവും പാരമ്പര്യവും അനുസരിച്ചുകൊണ്ട് ഖത്തറിലെ സീറോ മലബാർ പള്ളികളുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജൂബിലി മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. ഖത്തറിലെ സീറോ മലബാർ പള്ളികളുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജൂബിലി മീറ്റ് സമുചിതമായി കൊണ്ടാടി. സമ്മേളനത്തിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ അതിഥിയായിരുന്നു. ആഘോഷകരമായ ദിവ്യബലിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സീറോ മലബാർ സഭയുടെ മൂല്യങ്ങളും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഖത്തറിലെ സീറോ മലബാർ സഭാമക്കൾ നൽകുന്ന സഹകരണത്തിനും ത്യാഗങ്ങൾക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും പിതാവ് നേർന്നു. ഇനിയും സീറോ മലബാർ സഭ വളരെയധികം മുന്നോട്ടു പോകാനുണ്ടെന്നും അതിനായി തുടർന്നും ഖത്തറിലെ വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇവിടെ വരുമ്പോൾ ഈ പള്ളി കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വിശ്വാസ പൈതൃകം കാത്തുസൂക്ഷിക്കാനായിട്ട് നിങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിത താജ്മഹലാണ് ഈ പള്ളി. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പൈതൃകങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ നമ്മളെന്നും പരിശ്രമിക്കണം മക്കളെ. അബോന അപ്പസ്റ്റോലിക് വികാർ ബിഷപ്പ് ആൽഡോ ബെറഡി അധ്യക്ഷ പ്രസംഗം നടത്തി. ജൂബിലി കമ്മിറ്റി ചെയർമാൻ ഫാദർ ജൂട്ടസ് പോൾ, വികാരി ഫാദർ നിർമ്മൽ വേഴാമ്പറമ്പിൽ, ഡോക്ടർ മോഹൻ തോമസ്, SMCA ഗൾഫ് കോർഡിനേറ്ററും CCC ചെയർമാനുമായ ഡേവിസ് ഇടക്കളത്തൂർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ഖത്തറിൽ സീറോ മലബാർ ദേവാലയം പടുത്തുയർത്തുന്നതിനായി നിർണായക പങ്കുവഹിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റും ഉണ്ടായിരുന്നു. മാർ തോമസ് ശ്ലീഹായുടെ പൈതൃകവും പാരമ്പര്യവും വിളങ്ങി നിന്ന ആഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.